11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ തുടരാം. കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ന്യൂറോൺ കഴിഞ്ഞിട്ട് അടുത്ത ന്യൂറോണിന് ഇടയ്ക്ക് ഒരു ചെറിയൊരു ഫങ്ഷണൽ ഗ്യാപ്പ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സിനാപ്സ്. ഈ സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്: ഇലക്ട്രിക്കൽ സിനാപ്സ് ആൻഡ് കെമിക്കൽ സിനാപ്സ്. ഇപ്പോൾ രണ്ട് ന്യൂറോൺ ഉണ്ടെങ്കിൽ അവരുടെ ഈ ആദ്യത്തെ ന്യൂറോണെ നമുക്ക് പ്രീ ന്യൂറോണാണ്, സിനാപ്റ്റിക് ന്യൂറോൺ. അതായത് ഒരു സിനാപ്സ് അല്ലെങ്കിൽ ഗ്യാപ്പിൻ്റെ മുമ്പിൽ വരുന്നത് പ്രീ സിനാപ്റ്റിക്കും അതിനുശേഷം വരുന്നത് പോസ്റ്റ് സിനാപ്റ്റിക്കുമാണ്. അപ്പോൾ ഈ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ, അതായത് അവിടെ ശരിക്കും ഒരു ഗ്യാപ്പ് എന്ന് പറയാനായിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള ഒരു സിനാപ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ സിനാപ്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ സിനാപ്സ് ആണെങ്കിൽ ഈ ആക്സോണിൽ കൂടി വരുന്ന ആ ഒരു മെസ്സേജ് അവിടെ നിന്ന് ആ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റിലേക്ക് അങ്ങ് പോകാൻ കഴിയും. കാരണം അവിടെ വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് അങ്ങ് പോകാൻ പറ്റും. ആ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് ന്യൂറോൺസിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലെഫ്റ്റാണ്. അതിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയും. അതൊരു ഫ്ലൂയിഡ് ഫിൽഡ് ഒരു ഗ്യാപ്പാണ്. അപ്പോൾ നമ്മുടെ ഇതാണ് ആക്സോൺ എങ്കിൽ ആക്സോണിൽ കൂടി കടന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇപ്പോൾ ഈ പോയിന്റ് വരെ എത്തി. ആക്സോണിൻ്റെ എൻഡിൽ നെർവ് എൻഡിങ് ഉണ്ട്, അല്ലെ, ആക്സോൺ എൻഡ് ഉണ്ട്, അവിടെ വരെ എത്തി. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് കാരണം ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യണേ എന്ത് വേണം? ഒരു കണ്ടക്ടർ മീഡിയം വേണം, അല്ലേ? പക്ഷേ ഇവിടെ ഇല്ല, ഇവിടെ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം? കുറച്ച് കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഇത് അടുത്ത ന്യൂറോണിൽ എത്തണം. അതിനെ പറയുന്നവരെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ എത്താൻ എന്ത് വേണം? കെമിക്കൽസ് വേണം. കെമിക്കൽസ് എവിടെയാണ് ആവശ്യം? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉള്ളതിനെയാണ് നമ്മൾ കെമിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഫാസ്റ്റ്? ഇലക്ട്രിക്കൽ സിനാപ്സ് ആയിരിക്കും ഫാസ്റ്റ്, അല്ലേ? കാരണം അത് ഈ ആക്സോണിൽ കൂടി കടന്നു പോകുന്ന അതുപോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല. ആക്സോണിൽ കൂടി ഇലക്ട്രിസിറ്റി ആയിട്ട് വരും, ആ ഗ്യാപ്പിൽ കെമിക്കലാവും, ക്രോസ് ചെയ്തിട്ട് വീണ്ടും ഇലക്ട്രിസിറ്റി ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്കൊരു ആക്സോൺ വരച്ച് നോക്കാം. നമ്മുടെ ഇപ്പോൾ ഇതുവരെ എത്തി, ആക്സോൺ എത്തിയെന്ന് വിചാരിക്കുക. ഈ ആക്സോണിൻ്റെ എൻഡാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്, ഈ ബൾബ് പോലെയുള്ള ഭാഗം. ഇതിനൊരു പ്ലാസ്മ മെംബ്രെയിനും ഒക്കെ ഉണ്ട്. ഇത് ആക്സോണൽ എൻഡാണ്. ഇനി ഇതിനകത്ത് ധാരാളം വെസിക്കിൾസ് ഉണ്ട്. വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ബാഗ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ വെസിക്കിൾസ് എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മുടെ ഗോൾഗി ബോഡീസിൽ നിന്നൊക്കെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ഈ വെസിക്കിളിനകത്ത് ചില കെമിക്കൽസ് ഉണ്ട്. അതായത് ന്യൂറോണിൻ്റെ സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽസ്. അതുകൊണ്ട് നമുക്ക് അവയെ എന്ത് പറയാം? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോണിൻ്റെ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയാം. ഇത് രണ്ട് കാറ്റഗറി ആയിട്ടുണ്ട്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എക്സൈറ്റേറ്ററി ആകാം, അതായത് അടുത്ത ന്യൂറോണിനെ എക്സൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാകാം. അതല്ലെങ്കിൽ ഇൻഹിബിറ്ററി ആകാം, അതായത് അത് സ്റ്റോപ്പ് ചെയ്യുന്നതാകാം. നമ്മളിപ്പോൾ പഠിക്കുന്നത് എക്സൈറ്റേറ്ററി ആണ്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അസറ്റൈൽ കൊലൈൻ എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതുകൂടാതെ നമുക്ക് നോർ അഡ്രീനലിനും ഉണ്ട്. അത് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നോർ അഡ്രീനലിനും നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഹിബിറ്ററിക്ക് എക്സാമ്പിൾ ഗ്യാബ എന്ന് പറയാം, GABA. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ഗ്യാപ്പാണ്. ഇതാണ് നെക്സ്റ്റ് ന്യൂറോണിൻ്റെ മെംബ്രെയിൻ. അതാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. അപ്പോൾ ഇതിലേക്ക് എത്തണം. ഇവിടെയാണ് ഗ്യാപ്പ് ഉള്ളത്. ഇത് ഇവിടുത്തെ അയോൺ ചാനൽസ് ആണ്. അത് ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇവിടെ വന്നു. ഇവിടെ വന്ന ഉടനെ ഈ വെസിക്കിൾസ് എല്ലാവരും കൂടി എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ മെംബ്രെയിനിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഇവരിവിടെ ഈ മെംബ്രെയിനുമായിട്ട് അങ്ങ് ഫ്യൂസ് ആവും. ഈ വെസിക്കിളിൻ്റെ മെംബ്രെയിനും ഈ മെംബ്രെയിനുമായിട്ട് അങ്ങ് ഫ്യൂസ് ആവും. ഫ്യൂസ് ആവുമ്പോൾ എന്ത് പറ്റും? ഈ കെമിക്കൽസ്, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എവിടേക്ക് സെക്രീറ്റ് ചെയ്യും? നമ്മുടെ ഈ സ്പേസ് ഉണ്ടല്ലോ, ക്ലെഫ്റ്റ്, ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഈ കെമിക്കൽസിനൊക്കെ ഈ ചാനൽസിൻ്റെ ഇവിടെ മെംബ്രെയിനിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. അവരെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇവിടുത്തെ റിസപ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അതുമായിട്ട് ബൈൻഡ് ചെയ്യും, ചേർന്നിരിക്കും. ഉടനെ എന്ത് പറ്റും? ഈ അയോൺ ചാനൽസ് ഓപ്പൺ ആയി അയോൺസിനകത്തേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ഈ അയോൺസ് വീണ്ടും എന്ത് പറ്റും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു
അടുത്ത പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാകുന്നു. അത് പുതിയ ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് അത് അടുത്ത ആ ന്യൂറോണിൽ കൂടി കടന്ന് അതിൻ്റെ എൻഡ് വരെ എത്തുന്നു. വീണ്ടും ഇതേ സമാനമായി സംഭവിക്കുന്നു. അതായത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആക്സോൺ എൻഡിൽ എത്തുമ്പോൾ ആക്സോൺ എൻഡിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ വെസിക്കിൾസ് ഉണ്ട്. അവ ആ പ്ലാസ്മ മെമ്പറൈനുമായിട്ട് കൂടി ചേർന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ക്ലെഫ്റ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. ഇവ അടുത്ത മെംബ്രെയിൻ്റെ, അതായത് അടുത്ത ന്യൂറോണിൻ്റെ മെംബ്രെയിനുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അയോൺ ചാനൽസ് ഓപ്പൺ ആക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അടുത്ത ന്യൂറോണിൽ പുതിയൊരു ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നു, ആക്ഷൻ പൊട്ടൻഷ്യൽ. അത് തുടർന്ന് ആ ന്യൂറോണിൽ കൂടി കടന്ന് അടുത്ത ന്യൂറോണിലേക്ക് എത്തുന്നത് വരെ ഇലക്ട്രിക്കലായിട്ട് പോകുന്നു. സിനാപ്റ്റിക് ലെഫ്റ്റ് എത്തുമ്പോൾ ഇത് കെമിക്കലായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, ഇങ്ങനെയാണ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് നടക്കുന്നത്. അപ്പോൾ ഈ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതെനിക്ക് വലിയ ഉപകാരമായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.